ക്രിസ്ത്യൻസിന് വരുന്ന മുഴുവൻ പൈസയും ക്രിസ്ത്യൻസിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ക്രിസ്ത്യൻസ് ചെലവാക്കുന്നത്. അങ്ങനെയാണ് ഭാരതത്തിൻ്റെ നിയമം. എന്നാൽ ക്രിസ്ത്യൻസ് പലരും അതിനുവേണ്ടി മാത്രമല്ല ചെലവാക്കുന്നത് എന്ന് നമുക്കറിയാം. മിഷണറി സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇനി ഹിന്ദുക്കൾ അവരുടെ ദേവന്മാർക്കും ദേവിമാർക്കും അവരുടെ വിശ്വാസം കാരണം, അവരുടെ ആരാധന കാരണം കൊടുക്കുന്ന പൈസയുണ്ട്. അത് ഗവൺമെൻറ്റിന് കൊടുക്കുന്ന പൈസയല്ല. ഗവൺമെൻറ്റിന് കൊടുക്കുന്ന പൈസ ടാക്സാണ്. ഒരു വിശ്വാസി അവൻ്റെ ദേവനോ ദേവിക്കോ പൈസ കൊടുക്കുന്നെങ്കിൽ അത് ആ ദേവിയോടോ ആ ദൈവത്തോടുള്ള ആ ദേവനോടോ ഉള്ള ആരാധന മൂലമാണ് അത് കൊടുക്കുന്നത്. ആ പണം ആ ദൈവത്തെയോ ദേവിയോ സേവിക്കുന്ന പാവപ്പെട്ട വേറെ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കാണ് കിട്ടേണ്ടത്. എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ പോകുന്ന ഓരോ പൈസയും, ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിൽ പോകുന്ന ഓരോ പൈസയും, നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്ന ഓരോ പൈസയും വാസ്തവത്തിൽ ആർക്ക് അർഹപ്പെട്ടതാണ്? പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് അർഹപ്പെട്ടതാണ്. കാരണം അവർ വേറെ എവിടുന്ന് ആരെങ്കിലും തരുമോ? അവൻ മെജോറിറ്റി അല്ലേ. ഗവൺമെൻറ് അവനൊന്നും തരൂല. മുസ്ലിം കുട്ടിക്ക് പല ആനുകൂല്യങ്ങളും ഗവൺമെൻറ് തരും. കാരണം ഗവൺമെൻറ്റിലേക്ക് വരുന്ന ആൾക്കാർ വോട്ട് ഇവരുടെ അടുത്തുനിന്ന് മേടിച്ചിട്ടാണ് ജയിക്കുന്നത്. അതുകൊണ്ട് അവന് പ്രത്യേക ആനുകൂല്യങ്ങൾ ഗവൺമെൻറ് പല രീതിയിലും തരും. സിദ്ധാറമ്മയ്യ 4% OBC ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള ആ കോട്ടയിൽ നിന്ന്, അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിലുള്ള കോട്ടയിൽ നിന്ന് എടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുത്തു. ഞങ്ങൾക്ക് വോട്ട് തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തുകയാണ്. അങ്ങനെയാണോ ഒരു പൊളിറ്റിക്കൽ പാർട്ടി നടക്കേണ്ടത്? അത് അവർ ചിന്തിക്കട്ടെ, അത് നമ്മുടെ ചിന്തയല്ല. മുസ്ലിം ആയതുകൊണ്ട് മാത്രം അവർക്ക് ചില കാര്യങ്ങൾ, പ്രത്യേക ആനുകൂല്യങ്ങൾ ഗവൺമെൻറ് കൊടുക്കുക, അത് ശരിയാണോ? ഒരിക്കലും അല്ല. പാവപ്പെട്ടവർ എല്ലാ ജാതിയിലുണ്ട്, എല്ലാ മതത്തിലുമുണ്ട്. എല്ലാവരും ഒരേപോലെ കണ്ടാൽ പോരെ. അപ്പോൾ ഈ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്ന ഫണ്ട്, വലിയ വലിയ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്ന ഫണ്ട് ഗവൺമെൻറ്റിലേക്ക് പോകുന്നത് ശരിയായ കാര്യമാണോ? വലിയ വലിയ മുസ്ലിം പള്ളികളിലേക്ക് പോകുന്ന ഫണ്ട് ഗവൺമെൻറ്റിലേക്കാണോ പോകുന്നത്? വലിയ വലിയ ക്രിസ്ത്യൻ പള്ളികളുണ്ട്, അവിടേക്ക് പോകുന്ന ഫണ്ട് ഗവൺമെൻറ്റിലേക്കാണോ പോകുന്നത്? അല്ല. അത് ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിംസിൻ്റെയും ആവശ്യത്തിന് വേണ്ടിയാണ് പോകുന്നത്. അങ്ങനെയെങ്കിൽ ഹിന്ദുക്കൾ അവരുടെ ദേവന്മാർക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന ആ പണം ആർക്കാ പോകേണ്ടത്? പാവപ്പെട്ട ഹിന്ദുക്കൾക്കാണ് പോകേണ്ടത്. ഈ പാവപ്പെട്ട ഹിന്ദുവിനെ ആരും നോക്കാത്തത് കൊണ്ടാണ് മിഷണറിമാർ വന്ന് നോക്കേണ്ടി വരുന്നത്. പിന്നെ ആ മിഷണറിമാരെ പിടിച്ച് ജയിലിടേണ്ടി വരുന്നത്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഈ പാവപ്പെട്ട ഹിന്ദുവിന് അർഹിക്കപ്പെട്ട പണം ഗവൺമെൻറ് ക്ഷേത്രങ്ങളിൽ നിന്ന് കവർന്നെടുക്കാതെ ഒരു പ്രത്യേക ശതമാനം, ഒരു 50% എന്ന് നമുക്ക് പറയാം, 50% ക്ഷേത്രങ്ങളിൽ വരുന്ന മുഴുവൻ ഫണ്ടും പാവപ്പെട്ട ഹിന്ദുക്കൾക്കാണ് പോകേണ്ടത്. പാവപ്പെട്ട എത്രയോ ഹിന്ദുക്കളുണ്ട് ഇല്ലേ? അവരെ സഹായിക്കാൻ ആരാ ഉള്ളത്? ഗവൺമെൻറ് അവരെ സഹായിക്കുമോ? അവരുടെ റിലീജൻ അവരെ സഹായിക്കുമോ? ഇല്ല. അവർക്കാണത് പോകേണ്ടത്. അങ്ങനെയാണ് നിയമത്തെ ഭേദഗതി വരുത്തി ശരിയാക്കേണ്ടത്. ഇനി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരൊറ്റ കമ്മ്യൂണിറ്റിയുടെ വോട്ട്, അല്ലെങ്കിൽ 1-2 സ്മോൾ കമ്മ്യൂണിറ്റീസിൻ്റെ വോട്ട് കൊണ്ട് മാത്രം ഒരാൾക്ക് പ്രധാനമന്ത്രി വരെ ആകാനായിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥ ഭാരതത്തിൽ ഉണ്ടെങ്കിൽ 80% ഹിന്ദുക്കൾ കുറച്ചുകൂടെ ബോധത്തോടെ ചിന്തിക്കണം. നിങ്ങളുടെ വോട്ടിന് എത്ര വിലയുണ്ടെന്ന് ചിന്തിക്കണം. പണ്ടൊന്നും ഞങ്ങളൊന്നും വോട്ട് ചെയ്യാനേ പോകില്ല ചെറുപ്പത്തിൽ. കാരണം ഞങ്ങൾക്ക് ആര് ജയിച്ചാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഒരു ആനുകൂല്യവും കിട്ടാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എന്താ പറയുക, ഈ റോഡിൻ്റെ അവസ്ഥയാണെങ്കിലും ബ്രിഡ്ജിൻ്റെ അവസ്ഥയാണെങ്കിലും എല്ലാം അതേപോലെ തന്നെയായിരിക്കും. കാരണം കമ്മ്യൂണിസ്റ്റ് ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും പഴയ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ സാധനങ്ങൾ ഇവിടെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു മനോഭാവമായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന, എല്ലാവരുടെയും ഒരുമിച്ചുള്ള പുരോഗമനം ആഗ്രഹിക്കുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു വലിയ ടീം തന്നെ നമുക്കുണ്ട്. അവരിപ്പോൾ പല പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്, പല ബ്രിഡ്ജുകൾ ഉണ്ടാക്കുന്നുണ്ട്, പുതിയ ട്രെയിനുകൾ കൊണ്ടുവരുന്നുണ്ട്, പുതിയ സ്കൂളുകൾ കൊണ്ടുവരുന്നുണ്ട്, പുതിയ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് കൊണ്ടുവരുന്നുണ്ട്, സീപോർട്ട്, എയർപോർട്ട്, ഇതൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കുമാണ് ലാഭം. ഹിന്ദുക്കൾക്കോ മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ പ്രത്യേകമായിട്ടുള്ള ലാഭങ്ങളൊന്നും അതിൽ കിട്ടുന്നില്ല. എല്ലാവർക്കും ഒരുപോലെയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലൂടെയുള്ള ലാഭങ്ങൾ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ഉള്ളത് കൊണ്ട് ആരും ഹിന്ദുക്കൾ പ്രത്യേകിച്ച് വോട്ട് ചെയ്യാതിരിക്കരുത്. നിങ്ങളുടെ വോട്ടിന് വിലയുണ്ട്. നിങ്ങളുടെ വോട്ടിന് വളരെയധികം വിലയുണ്ട്.
ഞാൻ പറഞ്ഞ ആ കണക്കിലേക്ക് പിന്നെയും വരാം. ആ 100 കോടിക്കകത്ത് 20 കോടിയാണ് ക്രിസ്ത്യൻസും മുസ്ലിംസും കമ്പൈൻഡ്. 80 കോടി ഹിന്ദുക്കളാണ്. ഈ 80 കോടി ഹിന്ദുക്കൾ അവരുടെ ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിക്കുക. 32% മാത്രം ഷെയർ കിട്ടിയിട്ട് ഒരാൾക്ക് ഗവൺമെൻറ് ഉണ്ടാക്കാൻ, ഭാരതത്തിലെ ഗവൺമെൻറ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായ പ്രവണതയാണോ? അവർക്ക് മജോറിറ്റിയുടെ എല്ലാ മനുഷ്യരുടെയും അപ്രൂവൽ ആ ഗവൺമെൻറ് ഉണ്ടോ? ഒരു സംസ്ഥാനത്ത് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്കുണ്ടോ? ഇല്ല. അപ്പോൾ ഈ 80 കോടി ആളുകളിൽ ഒരു 40 കോടി അല്ലെങ്കിൽ ഒരു 50 കോടി ആളുകൾ കറക്റ്റായിട്ട് വോട്ട് ചെയ്യാൻ പോകും. ആ വോട്ട് അവരുടെ കാര്യങ്ങൾ നോക്കുന്ന, എല്ലാവരുടെയും കാര്യങ്ങൾ ഒരേപോലെ കാണുന്ന പാർട്ടിക്ക് കൊടുക്കുക. പ്രത്യേകമായിട്ട് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ വോട്ട് തേടാൻ വേണ്ടി മാത്രം അവരെ സമീപിക്കുകയും അവരുടെ മുഴുവൻ വോട്ട് മൊത്തക്കച്ചവടം പോലെ വാങ്ങിക്കുകയും അവർക്ക് പ്രത്യേകമായ ബെനിഫിറ്റ് കൊടുത്തിട്ട് ഹിന്ദു കുട്ടികൾക്ക് അത് കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്ന പ്രീണന രാഷ്ട്രീയം കാണിക്കുന്ന കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റിനോ കൊടുക്കാതിരിക്കുക. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ വോട്ട് കൊണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ നിങ്ങളുടെ മക്കളുടെ മക്കൾക്കോ നാളെ ഒരു ലാഭം ഉണ്ടാവുള്ളൂ. ഇന്ന് പലരും പറയുന്നുണ്ട് ലവ് ജിഹാദ് ഉണ്ട്, പലരും പറയുന്നുണ്ട് ഡ്രഗ് ജിഹാദ് ഉണ്ട്, പലരും പറയുന്നുണ്ട് ആൽക്കഹോളിസം പോലെയുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട്, പലരും പറയുന്നുണ്ട് മിഷണറിമാർ കൺവെർട്ട് ചെയ്യുന്നുണ്ട്. ഇതിലേക്കൊക്കെ പോകുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം എന്താ? അവർ തന്നെ പറയുന്നത്, ഞാൻ പറഞ്ഞതല്ല. അവർ പറയുന്നത് ഇതിലേക്കൊക്കെ പോകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ എന്തോ കിട്ടാനുണ്ട് എന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ടാണ്. അതങ്ങനെ ഒരു ധാരണ ഇവിടെ വരുത്തുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് ആ ധാരണ വരുന്നത് എന്ന് വെച്ചാൽ ഹിന്ദു മുസ്ലിം 2 കുട്ടികൾ കൂടെ ഇരിക്കുമ്പോൾ മുസ്ലിം കുട്ടിക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഹിന്ദു കുട്ടിക്കില്ല. ഒരേപോലത്തെ കുട്ടികളായിരിക്കും, ഒരേ അവസ്ഥകളിൽ നിന്ന് വരുന്നവരായിരിക്കും. അവർക്ക് ഗവൺമെൻറ്റിൽ നിന്നും ആനുകൂല്യം കിട്ടും, അവരുടെ കമ്മ്യൂണിറ്റിയുടെ മുഴുവൻ ഫണ്ടിൽ നിന്നും അവർക്ക് ആനുകൂല്യം കിട്ടും. ഈ ഹിന്ദു കുട്ടിക്ക് ക്ഷേത്രത്തിൽ നിന്നും കിട്ടൂല, ഗവൺമെൻറ്റിൽ നിന്നും കിട്ടൂല. പിന്നെ കുറേ മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ, മനുഷ്യരല്ലേ, ചിലപ്പോൾ ലവ് ഉണ്ടായെന്ന് വരും, ചിലപ്പോൾ ഒരു കൺഫ്രണ്ടേഷൻ ഉണ്ടായെന്ന് വരും. എന്തൊക്കെ ഉണ്ടായാലും അവസാനം വരുമ്പോൾ അത് ഡ്രഗ് ജിഹാദ്, ലവ് ജിഹാദ്, മറ്റേ ജിഹാദ്. ഇത് നമ്മൾ അവർക്കൊരു അവസരം കൊടുക്കാതിരിക്കുക. ഇതൊക്കെയാണ് കാരണമെങ്കിൽ. അല്ല, ഒരു വ്യക്തി വാസ്തവമായും ഇസ്ലാം മതം മനസ്സിലാക്കിയിട്ട് അത് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവന് സ്വാതന്ത്ര്യം കൊടുക്കുക. ഒരു വ്യക്തി ക്രിസ്തു മതം വാസ്തവമായും മനസ്സിലാക്കിയിട്ട് അതിൽ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവന് സ്വാതന്ത്ര്യം കൊടുക്കുക. അതിനുള്ള സ്വാതന്ത്ര്യം ഭാരതത്തിലും ഭരണഘടനയിലും ഉണ്ടല്ലോ. എല്ലാവരെയും ഒരേപോലെയാണ് കണ്ടിരുന്നതെങ്കിൽ പണ്ട് മുതലേ ഇങ്ങനെ ഒരു പ്രവണതയുണ്ടാവില്ല. ഞാൻ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കിയത് പൈസയ്ക്ക് വേണ്ടിയൊന്നും ഞാൻ പോകില്ല എന്നുള്ളത് ഈ ക്രിസ്ത്യാനികൾക്കും അറിയാമായിരിക്കും. കാരണം എൻ്റെ അച്ഛന് അത്യാവശ്യം സാമ്പത്തികം ഉണ്ടായിരുന്നു ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്ത്. ഇപ്പോഴും അത്യാവശ്യം അവർ നല്ല രീതിയിലാണ് പോകുന്നത്. എനിക്ക് അവരിൽ നിന്നൊന്നും കിട്ടിയില്ല എന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് ജീവൻ കിട്ടി, എനിക്ക് നല്ല സംസ്കാരം കിട്ടി, നല്ല വിദ്യാഭ്യാസം കിട്ടി, നല്ല ആരോഗ്യം കിട്ടി, നല്ല DNA കിട്ടി. അതിനൊക്കെ ആയിട്ട് ഞാൻ നന്ദി പറയുന്നു. ഭാഷകൾ കിട്ടി, അതിനൊക്കെ ആയിട്ട് ഞാൻ നന്ദി പറയുന്നു. അവരിപ്പോൾ സുഖമില്ലാതെ വയസ്സായിട്ട് പ്രായമായിട്ടിരിക്കുന്ന സമയത്ത്, ക്രിസ്ത്യാനികളിൽ പലരും എന്നെ ഉപേക്ഷിച്ച സമയത്ത്, അവരെ നോക്കാനായിട്ടും അവരെനിക്ക് വേണ്ടി ചെയ്ത നന്മകൾക്ക് തിരിച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് എനിക്കിപ്പോൾ കഴിഞ്ഞ 4-5 വർഷമായിട്ട് അവസരവും കിട്ടി. അപ്പോൾ ഇങ്ങനെ ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തെ അറിഞ്ഞ്, ഞാൻ ചിന്മയ വിദ്യാലയയിലാണ് പഠിച്ചത്. ചില ആൾക്കാരോട് പറഞ്ഞു ചിന്മയ വിദ്യാലയം എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്വാമിജി എന്ന് പറയുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സ്ഥാപക ആളുകളിലുണ്ടായിരുന്ന, ഫൗണ്ടേഷണൽ ആളുകളിലുണ്ടായിരുന്ന വ്യക്തിയാണ്. അതെനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ പഠനത്തിൽ മുന്നോട്ട് പോയ സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത്. എന്നിരുന്നാലും ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതൊക്കെ എനിക്കൊരു പടിയായിരുന്നു, ഒരു ചുവട് പടിയായിരുന്നു ദൈവത്തെ കൂടുതലായിട്ട് അറിയാൻ. ദൈവത്തെ അന്വേഷിച്ചാണ് ഞാൻ പോയത്. ദൈവത്തെ അന്വേഷിച്ച് പോയി എന്ന് പറഞ്ഞാൽ, സ്കൂൾ പഠിക്കുമ്പോൾ, ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എപ്പോഴും ഞാൻ ഫസ്റ്റ് റാങ്കാണ്. നിങ്ങൾക്ക് ചിന്മയ വിദ്യാലയം ചോദിച്ചാൽ അറിയാം, നമ്മുടെ ഗുജറാത്തി സ്കൂളിൽ ബീച്ചിൻ്റെ അടുത്തുള്ള അവിടെ ചോദിച്ചാലും അറിയാം. എന്നാൽ ചിന്മയ വിദ്യാലയം പഠിക്കുന്ന സമയത്ത് 8ാം ക്ലാസ് ആയപ്പോഴത്തേക്കും, 8ാം ക്ലാസ് വരെ, നമ്മൾ 7ാം ക്ലാസ് വരെ ഞാൻ അവിടെ പഠിച്ചിട്ടുള്ളൂ. ആ സമയത്ത് ഭഗവത്ഗീത നമ്മൾ പാരായണം ചെയ്യണം, അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കോമൻട്രി ചെയ്യണം. അപ്പോൾ ആ മാർഗം, ഭഗവത്ഗീതയിൽ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ നന്നായിട്ട് ആ സമയത്തെ മനസ്സിലാക്കിയ വ്യക്തിയാണ് ഞാൻ.
വിവേകാനന്ദനെ നന്നായിട്ട് എന്താ പറയുക വായിച്ച വ്യക്തിയാണ് ഞാൻ. ഗാന്ധിജിയുടെ പുസ്തകങ്ങളും ആ സമയത്ത് വായിച്ചിട്ടുണ്ട്, വിവേകാനന്ദൻ്റെ പുസ്തകങ്ങൾ ആ സമയത്ത് വായിച്ചിട്ടുണ്ട്, രാധാകൃഷ്ണൻ സാറുടെ പുസ്തകങ്ങളല്ല, അദ്ദേഹത്തിൻ്റെ ചില കോഴ്സും കാര്യങ്ങളൊക്കെ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തെ അറിയാനായിട്ട് ഇറങ്ങിയ ഞാൻ അവസാനം എൻ്റെ ക്വസ്റ്റ് തീർന്നത്, അപ്പം ഞാൻ ഇസ്ലാം പഠിച്ചു, അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ക്വസ്റ്റ് തീർന്നത് യേശു ക്രിസ്തുവിലാണ്. അങ്ങനെ ഒരാൾ ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അറിയട്ടെ, അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്ക്. ഇനിയിപ്പോൾ ദൈവം ഇല്ല എന്നുള്ളൊരു കൺക്ലൂഷനിലാണ് എൻ്റെ വളരെ ക്ലോസ്, എൻ്റെ അടുത്തിരുന്ന കുട്ടികളൊക്കെ ചിലർ ദൈവം ഇല്ല എന്നുള്ളൊരു കൺക്ലൂഷനിലേക്കാണ് പോയത്. അവർ പോട്ടെ. പക്ഷെ അതെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ അന്വേഷിക്കുന്നു, ഒരു വ്യക്തിയെ ദൈവം അന്വേഷിക്കുന്നു, ആ ബന്ധത്തിലുണ്ടാകുന്ന കാര്യമാണ്. പക്ഷെ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും മതപ്രവർത്തനം നടത്തുന്നെങ്കിൽ, മതം മാറുന്നെങ്കിൽ അത് വളരെ തെറ്റായ കാര്യം തന്നെയാണ്, അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ട് വരുന്നു, അതെന്തുകൊണ്ടാണ് അങ്ങനെ ആളുകൾക്ക് മാറാനായിട്ട് തോന്നുന്നത്, അത് നിങ്ങൾ ചിന്തിക്കണം. കാരണം ഒരു പാർട്ടി അധികാരത്തിൽ വന്നാൽ അവർക്ക് മൊത്തമായിട്ട് ഒരു പ്രത്യേക കക്ഷിയുടെ വോട്ടുകൾ മുഴുവനായിട്ട് കിട്ടാൻ വേണ്ടി അവർ ചെയ്യുന്ന എന്താണ്, അവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ആദ്യമേ പ്രഖ്യാപിക്കും. ഞങ്ങൾ ഇതൊക്കെ തരാം, നിങ്ങൾക്ക് അതൊക്കെ തരാം, ആ പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് മാത്രം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ സ്ട്രൈക്ക് ഓഫ് ചെയ്യണം. അങ്ങനെയുള്ള ആൾക്കാർക്ക്, അങ്ങനെയുള്ള ഒരു മനോഭാവമുള്ള ആൾക്കാർക്ക് മത്സരിക്കാൻ പോലും വാസ്തവത്തിൽ അനുവാദം ഉണ്ടാകാൻ പാടില്ല. കാരണം ഭാരതത്തിലെ ആളുകളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലും ജാതിയുടെ അടിസ്ഥാനത്തിലും അവർ വേർതിരിക്കുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് അത്